നമസ്തേ. കടത്തനാടൻ കളരിയിൽ അങ്കക്കച്ച മുറുക്കി ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും പ്രഫുൽ കൃഷ്ണനും വടകര ആര് പിടിക്കും? ജനസഭ അടുത്ത 1.5 മണിക്കൂർ കൊണ്ട് ഇതിന് ഉത്തരം തേടുകയാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടത്തിനാണ് വടകര ലോക്സഭാ മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. UDF-നെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നേതാവ് ശ്രീ മുനീർ എരവത്ത് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് BJP-യുടെ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് V. സത്യൻ, ശ്രീ സത്യനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇടതു മുന്നണിയെ പ്രതിനിധീകരിച്ച് CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ PK ദിവാകരൻ മാഷയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ മുനീറിൽ നിന്ന് ആരംഭിക്കുകയാണ്. സീറ്റ് നിലനിർത്തുമോ? എന്തൊക്കെയാണ് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ? മറ്റ് എതിരാളികളെ എങ്ങനെ നോക്കിക്കാണുന്നു? വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര സീറ്റ് ഇതിനു മുമ്പുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ആ കാര്യത്തിലൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പാർലമെൻറ്റ് അംഗങ്ങളാണ് വടകരയിലുള്ളത്. ദീർഘകാലം ഇടതുപക്ഷം ഭരിച്ച ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള നിലക്ക്, കൈയടക്കി വെച്ചിരുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള നിലക്ക് അതിനൊക്കെ മാറ്റം വന്നുകൊണ്ട് വടകരയിലെ ജനാധിപത്യ സമൂഹം ഇനി ഇടതുപക്ഷത്തിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം വടകരയിൽ നിന്ന് ജയിച്ചു പോകണ്ട എന്ന് ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളേക്കാളും ആവേശത്തിലും വീര്യത്തോടും കൂടിയാണ് ഈ വടകരയിലെ സാധാരണക്കാരായ വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെയും സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു 5 വർഷക്കാലം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യം അതിൻ്റെ എല്ലാ നൈതികതയോടും കൂടി ഈ രാജ്യം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് കോൺഗ്രസ് നേടിയെടുത്ത ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ ജനാധിപത്യം അതിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളോടും കീഴ്വഴക്കങ്ങളോടും കൂടി നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത ഇന്ത്യ രാജ്യത്ത് ഒരു ആൾക്കും അതിൻ്റെ മതനിരപേക്ഷതയെ തച്ച് തകർക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ളൊരു വിഭജനം, ആ വിഭജനം ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ വിഭജനത്തിന് അപ്പുറത്ത് ഇന്ത്യ രാജ്യത്ത് ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ളൊരു വിഭജനമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇല്ലാത്ത തരത്തിലുള്ള വിഭജനമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുകയും കേവലം 1% കയ്യിൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40%, 1% കയ്യിൽ കുമിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 22% ഉള്ളത് ഈ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ കൈകളിലാണ്. ഇന്ത്യ രാജ്യത്ത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പം 64 ശതകോടീശ്വരന്മാരുണ്ടായിരുന്ന ഇന്ത്യ രാജ്യത്ത് കേവലം 10 വർഷക്കാലം കൊണ്ട്, ഏകദേശം ഒരു 70 വർഷക്കാലം കൊണ്ട് രാജ്യത്തുണ്ടായത് 64 ശതകോടീശ്വരന്മാരാണ്. 10 വർഷക്കാലം കൊണ്ട് രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുടെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറിയിട്ടുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ മിനിറ്റിലും ഈ രാജ്യത്ത് ഓരോ ശതകോടീശ്വരന്മാരുണ്ടാകുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് കോവിഡ് കാലത്ത് ആളുകളൊക്കെ പട്ടിണി കിടന്ന് തൊഴിൽ മേഖലകൾ സ്തംഭിച്ച് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയ കോവിഡ് കാലത്താണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ എക്കണോമി തീരുമാനിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം തീരുമാനിക്കുന്നത് അംബാനിയെ പോലുള്ള അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇവിടെ സാധാരണക്കാരായ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നില്ല. അവൻ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു കാലത്തുമില്ലാത്ത തൊഴിലില്ലായ്മ നിലനിൽക്കുകയാണ് യുവാക്കളുടെ ഇടയിൽ. 71 സമാനമായ 7.2 രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് എന്ന് പറയുന്നത്.
വർഷത്തിൽ 2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റാണ്. ഈ രാജ്യത്ത് 71 സമാനമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. പെട്രോളിനും ഡീസലിനും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വില കൊടുത്തു വാങ്ങുന്നവൻ ഇന്ത്യക്കാരനാണ് എന്നുള്ളത് നമുക്കൊക്കെ കർഷക ആത്മഹത്യകൾ, ലക്ഷക്കണക്കിന് കർഷകരാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കാർഷിക മേഖല തകർന്നു തരിപ്പണമായി. കാർഷിക ഉൽപ്പന്നങ്ങൾ ഡൽഹിയിലെ തെരുവുകളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ കർഷകരുള്ളത്. കാർഷിക സമരങ്ങൾ അടിച്ചമർത്തുന്നു. കർഷകർ തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും മുദ്ര കുത്തുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഈ ശക്തികളിൽ നിന്ന്, ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ, ഈ രാജ്യത്ത് എല്ലാ ജനാധിപത്യം ആഗ്രഹിക്കുന്ന, പിറന്ന മണ്ണിൽ സുരക്ഷിത ബോധത്തോടുകൂടി ഭയരഹിതമായി സ്വന്തം പിറന്ന മണ്ണിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ സമൂഹവും ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കൈകളിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കണം. ഒരു കാലത്തുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി, ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത, മുറുക്കി ഉടുത്ത് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായൊരു സംസ്ഥാനം, കെടുകാര്യസ്ഥതയും ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത വിലക്കയറ്റം, എല്ലാ പൊതുവിതരണ സമ്പ്രദായങ്ങളും അട്ടിമറിക്കപ്പെട്ടു. അതുപോലെ തന്നെ ക്രമസമാധാന നില തകർക്കപ്പെട്ടു. എല്ലാ നിലക്കും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. ഈ 2 ഭരണകൂടങ്ങൾക്കുമെതിരെയുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ, മതനിരപേക്ഷ ചിന്തയുള്ള, രാജ്യത്ത് സമാധാനവും ശാന്തിയോടും കൂടി പിറന്ന മണ്ണിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വടകരയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണി തിരിച്ചു വന്ന് രാജ്യത്തെ കാക്കുന്ന ഒരു പുതിയ ഭരണകൂടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യെസ്, അഡ്വക്കേറ്റ് സത്യൻ, കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും ഭരണ വൈകല്യങ്ങൾ അത് എന്തായാലും ജനങ്ങൾ, വോട്ടർമാർ വിലയിരുത്തും. അതിൻ്റെ ഒരു പ്രതിഫലനം, അവരുടെ വികാര പ്രതിഫലനം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ കാർഷിക രംഗത്തെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ മതനിരപേക്ഷത, ജനാധിപത്യം, ഇവയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഞാൻ കരുതിയത് വടകരയിലെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. NDA BJP ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് വടകരയിലെ വോട്ടർമാരെ CR പ്രഫുൽ കൃഷ്ണൻ സമീപിക്കുന്നത്? എന്ത് വാഗ്ദാനങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വടകരയിലും തുടക്കത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പം അത് മാറി എന്നുള്ളൊരു സത്യം. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 2004 മുതൽ 2014 വരെ കോൺഗ്രസ്സുകാരും CPMകാരും ഒന്നിച്ചാണ് ഭരിച്ചത്. ആദ്യത്തെ 5 വർഷം ഒന്നിച്ചാണ് ഭരിച്ചത്. UPA എന്ന് പറയും. ആ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയ വിദ്യാർത്ഥികളൊക്കെ നാണം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നത്. കൽക്കരി കുംഭകോണം 2 ലക്ഷം കോടിയുടേതാണ്. സ്പെക്ട്രം കുംഭകോണം, അങ്ങനെ കുംഭകോണങ്ങളുടെ വർഷമായിരുന്നു 10 വർഷം. അഴിമതിയുടെ പൂക്കാലമായിരുന്നു 10 വർഷം. ആ 10 വർഷത്തിന് ശേഷം 2014 മുതൽ 2024 വരെ വികസനത്തിൻ്റെ പൂക്കാലമായി മാറിയിരിക്കുക. ഏതെങ്കിലും രീതിയിൽ വികസനത്തിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യാൻ കോൺഗ്രസ്സുകാരനെ CPMകാരനെ ഞങ്ങൾ വെല്ലുവിളിക്കുക. വികസനമാണ് ചർച്ചയെങ്കിൽ വികസനത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, 100 കണക്കിന് പദ്ധതികൾ, 1000 കണക്കിന് പദ്ധതികൾ, ഒരു 10-50 മീറ്റർ ഇതെവിടെ പോയതാ, മീറ്റർ വേണ്ട എവിടെ പോയാൽ ദേശീയ പാത, 8 വരി പാത പണി നടന്നുകൊണ്ടിരിക്കുക. ഏതാണ് 40 വർഷമായി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളാണ്. UPA വന്നു, കോൺഗ്രസ്സുകാർ ഭരിച്ചു, ആ പദ്ധതി നടപ്പിലാക്കുന്നു. ഇന്ത്യ രാജ്യത്ത് അടിസ്ഥാന വികസന രംഗത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു, റെയിൽവേയിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു, അടിസ്ഥാന മേഖലയിൽ വിപ്ലവം ഉണ്ടാക്കുന്നു, എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുന്നു, കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. കൃഷിയെക്കുറിച്ച് പറഞ്ഞു, കൃഷി സമ്മാൻ പദ്ധതി വഴി കേരളത്തിൽ പോലും 36 ലക്ഷം ആളുകൾക്ക് ഒരു വർഷത്തിൽ 6000 രൂപ കൃത്യമായി കൊടുക്കുന്നു. 6000 രൂപ. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ രാജീവ് ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു,
ഒരു ഉപഭോക്താവിന് 100 രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ 15 രൂപയെ അവരുടെ അക്കൗണ്ടിലെത്തൂ, അവരുടെ കൈവശത്തു. കാരണം കലക്ടർമാർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ വഴി എത്തുമ്പോൾ, കൈക്കൂലിക്കാർ വഴി എത്തുമ്പോൾ 15% മാത്രമേ വികസനത്തിന് വേണ്ടി എത്തുന്നുള്ളൂ. ഇപ്പം എന്താ അവസ്ഥ? ഡിജിറ്റൽ ഇന്ത്യയെ പരീക്ഷിച്ചല്ലോ. ഇന്നെന്താ അവസ്ഥ? നരേന്ദ്രമോദി സർക്കാർ ഒരു കർഷകൻ 2000 രൂപ കൊടുക്കാൻ തീരുമാനിച്ച് ഒരു സ്വിച്ച് ഇട്ടാൽ ആ സെക്കൻഡിൽ കർഷകന്റെ അക്കൗണ്ടിൽ ആ 2000 രൂപ എത്തും. 100% സംഖ്യ എത്തുന്നു. ഇടനിലക്കാരില്ല. അതാണ് ഡിജിറ്റൽ വിപ്ലവം. ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം നടന്ന രാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കഴിഞ്ഞു. ലോകം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു. ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത്, ഇസ്രായേൽ യുദ്ധം വന്ന സമയത്ത് അവർ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് നരേന്ദ്രമോദിയാണ്. പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ ഉക്രൈനിൽ നിന്ന് പോകുന്നത് ഇന്ത്യൻ പതാക വെച്ച ബസ്സിലാണ്. ആ രീതി ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു പ്രധാനമന്ത്രിയായി മാറിക്കഴിഞ്ഞു. വികസന രംഗത്ത് സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, കാർഷിക രംഗത്തുള്ള പദ്ധതികൾ, വ്യവസായികൾക്കുള്ള പദ്ധതികൾ, അങ്ങനെ എല്ലാ അടിസ്ഥാന മേഖലകളടക്കം ഇളക്കി മറിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് ഇന്ത്യ 2 മുന്നണികൾ തമ്മിലാണ് മത്സരം ദേശീയ രാഷ്ട്രീയത്തിൽ. NDA സഖ്യം, അതുപോലെ ഇന്ത്യ സഖ്യം. NDA സഖ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏതാണ്ട് 12 വർഷം മുഖ്യമന്ത്രിയും 10 വർഷം പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നയിക്കുന്ന ഒരു മുന്നണി, സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി, അഴിമതി യുക്തമായ മുന്നണി. മറുഭാഗത്തോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സമയത്ത് അവർ ജയിലിൽ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളും ജയിലിൽ പോയ ആളുകളും സംഘടിച്ചിരിക്കുന്ന ഒരു മുന്നണിയാണ്. അവർക്ക് പരസ്പരം സഹകരിച്ചിരിക്കുന്നത് എങ്ങനെ ജയിലിൽ പോവാതിരിക്കാന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട് ED ചോദ്യം ചെയ്ത് 751 കോടി കണ്ടുകെട്ടി ഏത് സമയത്തും ജയിലിൻ്റെ പടിവാതിലേക്ക് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ അത് നേതൃത്വം കൊടുക്കുന്ന ആളെ കാലിത്തീറ്റ കുംഭകോണത്തിൽ 10 വർഷം ജയിലിൽ കിടന്ന ലാലു പ്രസാദ് യാദവ് അതിന് നേതൃത്വം കൊടുക്കുന്നു ഇന്ത്യ മുന്നണിക്ക്. മദ്യനയത്തിൽ ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയയും കെജ്രിവാളും നേതൃത്വം കൊടുക്കുന്നു. തമിഴ്നാട്ടിലെ പൊന്മുടി ഒരു മന്ത്രിയാണ്, ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, ആ സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്നു. കവിത നേതൃത്വം കൊടുക്കുന്ന മുന്നണി. കേരളത്തിൽ പിണറായി വിജയൻ ഒരുപക്ഷെ സുപ്രീം കോടതി 32 തവണ ലാവ്ലിൻ കേസ് നീട്ടിവെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിലിൽ കഴിയേണ്ട പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണി. ഇന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാസപ്പടി വിവാഹത്തിൽ ED ചോദ്യം ചെയ്ത് ഏത് സമയത്തെയും ജയിലിലേക്ക് പോകുന്ന അവസ്ഥയിലുള്ള ഒരു മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ക്രിപ്റ്റായി പറഞ്ഞാൽ ജയിലിൽ പോയവരുടെയും ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുന്നവരുടെയും അഴിമതിക്കാരുടെ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിച്ചവരുടെ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പാർലമെന്റിലെ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, 2ാം മോദി സർക്കാരിന്റെ 100 ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, പ്രധാനമന്ത്രിയായി തിരിച്ചു വരും. 100 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്ന് 100 ദിവസത്തെ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വരേണ്ട ലോകരാഷ്ട്രങ്ങളിലെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? 100% അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. സംശുദ്ധ രാഷ്ട്രീയം, അഴിമതി വിമുക്ത രാഷ്ട്രീയം, മറുഭാഗത്തത് കൊള്ളക്കാരുടെയും കള്ളസംഘങ്ങളുടെയും അഴിമതിക്കാരുടെയും കൂട്ടായ്മയാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് BJP പ്രതീക്ഷ. വടകരയെ കുറിച്ച് പറഞ്ഞാൽ, വടകരയിലാണ് ഞാൻ ഈ റോഡ് കാണിച്ചു തന്നത്. വടകരയിലാണ് റോഡ് കാണിച്ചു തന്നേ. കൃഷി സമ്മാന പദ്ധതി വഴി ഈ വടകരയിൽ 3 ലക്ഷത്തോളം ആളുകൾക്ക് സംഖ്യ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല മുന്നണി സംവിധാനങ്ങൾ എൻ്റെ വലതു ഭാഗത്തു നിന്ന് കോൺഗ്രസ്സുകാരനും ഇടതു ഭാഗത്ത് നിൽക്കുന്ന LDFകാരനും ഒറ്റയാണ്. ഇന്നത്തെ പത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 25 വർഷം ഭരിച്ച ത്രിപുരയിലെ മുഖ്യമന്ത്രി മാണിക് സർക്കാർ മാതൃഭൂമിയുടെ ലേഖകരോട് പറയാണ്, കോൺഗ്രസിന് വോട്ട് ചെയ്യൂ, ഇന്ത്യയിലെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ, കോൺഗ്രസിന്റെ കൈപ്പത്തിക്കിൽ വോട്ട് ചെയ്യൂന്ന്. ആരാ പറയുന്നത്? PB അംഗം, CPMന്റെ PB അംഗം, CPMന്റെ മുഖ്യമന്ത്രി മാണിക് സർക്കാർ പറയുന്നു. പശ്ചിമ ബംഗാളിൽ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയെ ജയിപ്പിക്കണമെന്ന് കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൗധരി പത്രസമ്മേളനം നടത്തി പറയുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൊടുത്ത് CPMന് ഒരു സീറ്റ് കൊടുത്തത് കോൺഗ്രസ്സുകാരൻ. മഹാരാഷ്ട്രയിൽ ശിവസേനക്കാരനാണ് CPMന് ഒരു സീറ്റ് കൊടുത്തത്. അപ്പൊ ഈ കള്ള രാഷ്ട്രീയം എന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ഇടതു ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ അഴിമതിക്കാരുടെ മുന്നിൽ ഒരേ ഭാഗമാണ്. കേരളത്തിന്റെ അതിർത്തി കടന്നാൽ മാഹിയിൽ എത്തിയാൽ ഒറ്റക്കെട്ടാണ്, കോയമ്പത്തൂരിൽ എത്തിയാൽ ഒറ്റക്കെട്ടാണ്. മാഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ വൈത്തീശ്വരന് നോമിനേഷൻ കൊടുക്കാൻ പോയ സമയത്ത് ഇടതും വല നിന്നത് ഈ CPMകാരുടെ കൊടിയാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കും. ആ സമയത്ത് തന്നെയാണ് പ്രഫുൽ കൃഷ്ണന്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ പ്രശസ്തമായ ഒരു പത്രം
സർവേ നടത്തിയ സമയത്ത് 22% വോട്ട് NDAക്ക് അനുകൂലമായി വീഴുമെന്ന് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ വടകരയിൽ നിന്നും BJPയെ 400-ൽ പ്രതിനിധീകരിക്കുന്ന സമയത്ത് ഒരംഗം ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ദിവാകരൻ മാഷ്, വടകരയിൽ LDFന്റെ പ്രതീക്ഷ എന്താണ്? ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാവും എന്ന ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ? LDF വടകര ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 3 ടേമിലായി LDFന് ലഭ്യമായിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഓരോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയവും പരാജയവും നിർണ്ണയിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഒറ്റ പേരേയുള്ളൂ വടകരയിൽ നിന്ന്, അത് ഷൈല ടീച്ചറുടേതാണ്. ഷൈല ടീച്ചർ ജൂൺ 4-ന് 2 മണി 3 മണിയാകുമ്പോഴേക്ക് റിസൾട്ട് വരുമ്പോൾ ഷൈല ടീച്ചർ വടകരയുടെ പ്രതിനിധിയായി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം 5 വർഷക്കാലം ഇവിടെ MP ആയി നിന്നിട്ടുള്ള K. മുരളീധരൻ വികസന കാര്യത്തിൽ പാർലമെൻറ്റിനകത്ത് യാതൊന്നും ചെയ്യാതെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗൗരവബുദ്ധിയായി ഇടപെടാത്ത ഒരു MP ആണ്. അദ്ദേഹത്തെ പോലെ 18 MPമാരും UDFന്റെ വാഴകളായിട്ട് പാർലമെൻറ്റിനകത്ത് നിന്നുവല്ലാതെ ഒരു ഗുണവും കേരളത്തിന് നൽകിയില്ല. ഇപ്പം കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്ന നിരവധി നടപടികൾ വന്നു. കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലെ സർക്കാർ നികുതി പിരിച്ചിട്ട 2016-ൽ 2017 മുതൽ കേന്ദ്രമാണ് GST എന്നുള്ള നിലയ്ക്ക് നികുതി പിരിക്കുന്നത്. 1000 രൂപയുടെ വിഷുവിന് ഓണത്തിന് ഒരു സാരി ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോയി വാങ്ങിയാൽ 200 രൂപ കേരളത്തിലെ സർക്കാരിൻ്റെ ഖജനാവിലെത്തും. ഇപ്പോൾ ആ സംഖ്യ മോഡിയുടെ ഖജനാവിലേക്ക് എത്തുന്നു. ഒരു വർഷം എത്തുമ്പോൾ കയ്യാ കൽപ്പിച്ച് തരികയാണ്. 57,000 കോടി ഇങ്ങനെ തരാനുണ്ടായിട്ട് അതിൻ്റെ പേരിൽ പെൻഷൻ മുടങ്ങുമ്പോൾ, അതിൻ്റെ പേരിൽ ആശുപത്രിയിൽ ഓപ്പറേഷന് ധനസഹായം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, അതിൻ്റെ പേരിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും DA നിഷേധിക്കപ്പെടുമ്പോൾ, അങ്ങനെ നിഷേധിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം പിണറായി വിജയൻ സർക്കാരിനെതിരെ വരട്ടെ എന്ന് പറഞ്ഞ് കൈയടിച്ചു നിന്ന ആളുകളാണ് ഈ നാട്ടിലെ UDFകാർ. ഇത്തരം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ചവരാണ് BJPക്കാർ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം 20 മണ്ഡലത്തിലും ശക്തമായിരിക്കും. വേറൊരു കാര്യം എന്താ, ഇവരെല്ലാം പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞല്ലോ അഴിമതിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചത്. 2004-ൽ ഞങ്ങളുടെ പിന്തുണയുടെ കേന്ദ്രം ഭരിച്ചത്. ആ ഗവൺമെന്റ് അഴിമതി തൊട്ടു തീണ്ടാതെ മുന്നോട്ട് പോയി. തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് പോലുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഇടപെട്ടു. നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ പിന്തുണ പോയി 2009-ൽ. 2014 വരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലേക്ക് കടന്നുപോയി. ടെലികോം കുംഭകോണം, ശവപ്പെട്ടി, മറ്റേ ഫ്ലാറ്റ് കുംഭകോണം. ഈ BJP നടത്തിയത് എന്താ? അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ശവപ്പെട്ടി കുംഭകോണം. ഏറ്റവും അവസാനം ഇവർ രണ്ടുപേരും എത്തിയതാ. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന വലിയ പാർട്ടികളല്ലേ ഇന്ത്യയിലെ, അവർ ഇലക്ട്രൽ കുംഭകോണം, ഇലക്ട്രൽ ബോണ്ടിൽ പെട്ടു. എന്താ മിണ്ടാത്തത്? സുപ്രീം കോടതി കൈയോടെ പിടികൂടിയിട്ട് പറഞ്ഞു ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബോണ്ട് വാങ്ങിയത്. ഇതിന്റെ രസകരമായ ഒരു വശമുണ്ട്. 2017-ലാണ് ഇലക്ട്രൽ ബോണ്ട് ഒരു നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത്. എല്ലാ കമ്പനികളോടും വാങ്ങാം. വാങ്ങിയത് ആരോടാ? നിങ്ങൾ ആരെയും പരിശോധിച്ചോ? ഏറ്റവും ഗൗരവമായ പ്രശ്നം ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. നമ്മുടെ സാന്റിയാഗോ മാർട്ടിന്റെ ഒരു കമ്പനിയുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിക്ക് 205 കോടി പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനി 1500 കോടി ഈ BJPക്ക് കൊടുത്തു. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു കർഷക തൊഴിലാളിയായിട്ടുള്ള ഒരാള് 10 സെന്റിൽ താമസിക്കുന്ന ഒരാള്, അയാളുടെ വരുമാനം എത്രയാണ് നമുക്കറിയാം. അയാൾ തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു കല്യാണത്തിൽ 1 ലക്ഷത്തിന്റെ കവർ കൊണ്ട് കൊടുത്താൽ ആ കിട്ടിയ ആളെന്താ ധരിക്കുക? ഇയാളെ പറ്റി ഇയാൾ എഴുതുന്ന കട്ടുകൊണ്ടുവന്നതല്ലേ? അതുപോലെ 205 കോടിയുടെ സാന്റിയാഗോ മാർട്ടിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനിയിൽ നിന്ന് 1500 കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എവിടെ നിന്ന് 1500 കൊടുക്കാൻ കിട്ടിയത്? കള്ളപ്പണമാണ്. 6061 കോടി കീശയിലാക്കി വെച്ച ആളുകളാണ് ഇപ്പൊ അഴിമതിക്കെതിരെ പ്രസംഗം നടത്തുന്നത്. പിണറായി വിജയൻ ലാവ്ലിൻ 38 തവണ മാറ്റി. ആര് പറഞ്ഞിട്ട്? CBI പറഞ്ഞിട്ട്. CBI നിങ്ങളുടെ കൂടെയല്ലേ? ഏതെങ്കിലും ഒരു കേസ് എടുക്കുമ്പോൾ നിർബന്ധിച്ച് മോഡിയെ കൊണ്ട് പറയിപ്പിക്കേ ആ കേസെടുത്ത് പിണറായി വിജയൻ ഒന്ന് ജയിലിലിടുന്ന് പറ. എന്താ നിങ്ങൾ 38 പ്രാവശ്യം പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ മാറ്റിയത്? അതല്ലല്ലോ. ഈ അഴിമതിക്കെതിരായി ഈ രാജ്യത്ത് യുദ്ധം നടത്തി പോകുന്നവർ ഞങ്ങളാ. ഇനിയിപ്പോ ഇവിടെ കുറെ കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ എന്താണ്? ദേശീയപാത 40 കൊല്ലം മുമ്പേ അലൈൻമെന്റ് നടത്തിയതാ. ഈ BJP വന്നതുകൊണ്ടാ കിട്ടിയെന്ന്.
2014 മുതൽ BJP കേന്ദ്രം ഭരിക്കുന്നുണ്ട്. 2016 പിണറായി വിജയൻ വരുന്നത്. അതിനു മുമ്പേ ഇവിടെ ഭരിച്ചത് ഉമ്മൻചാണ്ടിയാ. അതിനു മുമ്പേ പല ആളുകളുണ്ട്. NHIയുടെ തിരുവനന്തപുരത്തെ ആഫീസ് പൂട്ടിയിട്ട് അവർ ഡൽഹിക്ക് പോയി. ഇവിടെ നടക്കില്ല എന്ന് കണ്ടിട്ട് പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് കേന്ദ്രത്തിലെ മന്ത്രിമാരെ മുഴുവൻ കണ്ടിട്ട് ആ ആഫീസ് ഇവിടെ തുറപ്പിച്ച് ഈ വരുന്ന 5-7 കൊല്ലത്തിനുള്ളിലാണ് ഇതിന്റെ പ്രവർത്തനം മുഴുവൻ നടന്നത്. അതിനെന്താ BJP നടത്തിയ ഫൈൻ അടിച്ചത്? എന്താ? ഇന്ത്യയിൽ പല സ്ഥലത്തും NH പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട BJP സുഹൃത്ത് പറ, അവിടെയൊക്കെ സംസ്ഥാന ഗവൺമെന്റ് വിഹിതം കൊടുക്കുന്നുണ്ടോ? 5760 കോടിയാണ് കേരള സർക്കാരിന് വാങ്ങിയത്. തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ, തെലങ്കാനയിൽ നടക്കുന്നുണ്ടല്ലോ NHന്റെ പണി, ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ടല്ലോ. ആ സംസ്ഥാന ഗവൺമെന്റുകളോട് ഇതുപോലെ കാശ് വാങ്ങിയിട്ടുണ്ടോ? എന്താ വാങ്ങാത്തത്? കേരളത്തിനെ പിഴിഞ്ഞ് ഞങ്ങൾ ഒരു വകയാക്കും. ഈ നിലപാടിന്റെ ഭാഗമായി കേന്ദ്ര അവഗണന ശക്തമായ രൂപത്തിൽ വന്നു. ഇതിന്റെയൊക്കെ പ്രതിഷേധം വടകര മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ നോക്ക്, ഈ രാജ്യത്തിനകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്താ? കോൺഗ്രസിന് അതിനെന്ത് താല്പര്യമുണ്ട്? BJPയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ തമിഴ്നാട്ടിൽ ഞങ്ങൾ ലോകത്തിലാണ്. അതിന്റെ കാരണം, തമിഴ്നാട്ടിൽ ഞങ്ങൾ ലോകിയാവുന്നതിന് കാരണം എന്താ? കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പിറ്റേന്ന് സ്റ്റാലിൻ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഞാൻ തമിഴ്നാട്ടിലും നടപ്പിലാക്കില്ല. തമിഴ്നാട്ടിലെ കോൺഗ്രസ് അത് സ്വാഗതം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസോ? സതീശൻ പറഞ്ഞു നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പല സംഗതികളുണ്ട്. നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നടപ്പിലാക്കുന്നതിന് ഞങ്ങളെ പിന്തുണയാണ് BJPക്ക് മനസ്സുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഈ ഭരണഘടനയും ഈ പറഞ്ഞ രൂപത്തിൽ അതിനകത്തെ ആശയങ്ങളും ഈ നാട്ടിൽ നിലനിർത്തുക? മതനിരപേക്ഷതയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് BJPക്കാർ. അവരുടെ ഭരണത്തിൽ അത് മാത്രമാണ് നടന്നത്. മുസാഫർ നഗറിൽ 2013 ഒരു ജാട്ട് പെൺകുട്ടിയും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തമ്മിൽ കല്യാണം കഴിച്ചതിന്റെ പേരിലാണ് മുസാഫർ നഗറിലെ ലഹള നടന്നത്. 72 ആളുകൾ മരിച്ചു. അതാണ് ഇസ്ലാമോഫോബിയയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് 2014 പുൽവാമയിലേക്ക്. സത്യപാൽ മാലിക്കിന്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളുടെ ഗവർണറാണ്, BJPയുടെ നേതാവായ ആളെ ഗവർണറാക്കി. അദ്ദേഹം എന്താ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പുൽവാമയിൽ 41 CRP ജവാന്മാർ കൊല്ലപ്പെട്ടത് ഈ ഗവൺമെന്റ് 2019 തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രക്തസാക്ഷികളെ ഉണ്ടാക്കിയതാ. ആ നാണക്കെടുന്നിന് പാകിസ്ഥാനിൽ അക്രമമുണ്ടായി, ഇസ്ലാമോഫോബിയ ഉണ്ടായാൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ഭിന്നത രൂപപ്പെടും. നിങ്ങൾ നോക്ക്, 2 ടേമായി ഭരിക്കുന്നു ഇവിടെ. ഇതേപോലെയാ പണ്ട് കോൺഗ്രസ് ഭരിച്ചത്. 2ാമത്തെ ടേമിൽ കൊടിയ അഴിമതിയുടെ ഭാഗമായിട്ട് ആ 2014 സർക്കാർ പൊളിഞ്ഞുപോയി. അതേ പൊളിക്കൽ, അതേ തകർച്ച BJPയുടെ സർക്കാർ നേരിടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല. ഇന്ത്യ മുന്നണി വരും. ആ മുന്നണിയിൽ 20 ആളുകൾ കേരളത്തിൽ നിന്നുണ്ടാവുക, അല്ലാണ്ട് കോൺഗ്രസ് എന്നല്ല എന്നും കൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജനസഭയുടെ ആദ്യ അരമണിക്കൂർ 3 മുന്നണികളുടെ പ്രതിനിധികൾക്ക് വളരെ വിശദമായി അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു. ഇനി വോട്ടർമാരുടെ ഊഴമാണ്. വോട്ടർമാർക്ക് ചോദിക്കാം. ഞാൻ ആദ്യമേ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന നിലയിൽ പോവുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് ചോദിക്കാം. അതുകൊണ്ട് ആരോഗ്യകരമായ സംവാദത്തിന് നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് ജനസഭ നടക്കുന്നത്. വോട്ടർമാരിലേക്ക് പോകുന്നു. ചോദ്യം പെട്ടെന്ന് ചോദിക്കാനുണ്ട്. പെട്ടെന്ന് സമയം തരില്ല. ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് ചോദിക്കും. നിങ്ങൾ വടകര എന്താ ഇവിടെ നടത്തിയത്? ഞാൻ ഇവിടെ കഴിഞ്ഞ കൊറോണക്ക് സാലറി അടിച്ചർ എന്താ ചെയ്തേ? സാലറി അടിച്ചർ പിന്നെ പെൻഷൻ കൊടുത്ത ആരാണ്? മുൻമുഴുക്ക് ഉമ്മൻചാണ്ടിയാ. നിങ്ങൾ എന്ത് കൊടുത്ത്? ഇപ്പൊ കുറെ ആൾക്ക് പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ അതിന് മറുപടി പറയും. ഇരിക്കെ. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് എഴുതിയിട്ടേക്കണം പ്ലീസ്. ബഹുമാനപ്പെട്ട സത്യൻ സാറോട് ചോദ്യം ചോദിക്കാനുള്ളത്, സാർ ഇവിടെ പറഞ്ഞു 2000 രൂപ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നുള്ളത്, അതാണ് നേട്ടം ഇവിടെ പറഞ്ഞത്. 5 പതിറ്റാണ്ടിലേറെ ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ പെട്രോളിൻ്റെ വില 66 രൂപയിൽ മേലെ എത്തിച്ചതാണ്. 10 വർഷം കൊണ്ട് 106 രൂപയിൽ എത്തിച്ചതാണോ നിങ്ങളുടെ ഭരണ നേട്ടം? ഒന്ന്. രണ്ടാമത്, ഗ്യാസ് സിലിണ്ടർ 425 രൂപക്ക് ഇന്ത്യയിലെ സാധാരണക്കാരന് വിതരണം ഗ്യാസ് സിലിണ്ടർ 1250 രൂപയിൽ എത്തിച്ച ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. നിങ്ങൾ എന്ത് നേടി ഈ രാജ്യത്തിന് വേണ്ടിയത്? ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി 4 കോടി റുപ്യാണ് അവിടെ കള്ളപ്പണം പിടിച്ചെടുത്തത്. നിങ്ങളാണോ കള്ളപ്പണം പിടിക്കുന്ന പാർട്ടി?
ജനങ്ങളോട് മറുപടി പറയണം. ഓക്കെ, ഇന്ധനവില വർധന, പാചകവാതക വർധന, കള്ളപ്പണം. ഞാൻ അതിന് മറുപടി പറയാം. അതിന് മുന്നേ പറയാനുള്ളത്, മാഷ് പറഞ്ഞു സാന്റിയോ മാർട്ടിനോട് പൈസ വാങ്ങിയെന്ന് പറഞ്ഞു. സാന്റിയോ മാർട്ടിൻ്റെ പേര് കേരള സമൂഹത്തിൽ ആദ്യമായി കേട്ട എപ്പോഴാണെന്നറിയാവോ? 10-15 വർഷം മുമ്പ് നമ്മളൊന്ന് വന്ന് 2 കോടി ഉറുപ്പ്യ ദേശാഭിമാനിക്ക് സംഭാവന സാന്റിയോ മാർട്ടിൻ കൊടുത്തു. 2 കോടി ഉറുപ്പ്യ. 15 വർഷം, ഇന്നത്തെ 100 കോടിന്റെ വിലയാ. അന്നാണ് നമ്മൾ സാന്റിയോ മാർട്ടിൻ ആദ്യമായി കേട്ടെ. അപ്പൊ ആദ്യമായിട്ട് അഴിമതി നടത്തി സാന്റിയാഗോ മാർട്ടിൻ 2 കോടി രൂപ ദേശാഭിമാനി പത്രത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അഴിമതി. എന്തിനു കൊടുക്കണം പത്രത്തിന്? അപ്പൊ അത് സൂചിപ്പിച്ചു. പിന്നെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിച്ചു. ഇലക്ട്രൽ ബോണ്ടിൽ എന്താ അഴിമതി? ഇലക്ട്രൽ ബോണ്ട് 2017 പാർലമെന്റിൽ പാസാക്കിയ ബില്ലിന്റെ അടിസ്ഥാനത്തിലാ. അതെല്ലാം സുതാര്യല്ലേ? ആര് പണം കൊടുത്തു, ഏത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചു എന്നുള്ള കാര്യം വളരെ കൃത്യമായി. മാത്രമല്ല 6000 കോടി ഒരു മിനിറ്റ് അവിടെ ചോദിച്ചതിന് മറുപടി പറയട്ടെ. 6000 കോടി BJP ഇലക്ട്രൽ ബോണ്ട് വഴി സംഭരിച്ച സമയത്ത് ബാക്കി 14,000 കോടി ഈ ഇന്ത്യ മുന്നണിക്കാരെ സംഭരിച്ചെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. CPM-നെ സംബന്ധിച്ചോളം ഇലക്ഷന് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ആവശ്യമില്ല. കാരണം കരുവണ്ണൂർ ബാങ്കിൽ 500 കോടി കട്ട കാട്ടുവള്ളന്മാർക്ക് ഇതിലൊന്നും ആവശ്യമില്ല മനസ്സിലാക്കണം. 12,000 അംഗങ്ങളിലെ പാവപ്പെട്ടവന്റെ 500 കോടി കട്ടിട്ടാണ് ഇവിടെ വന്ന് നിയമാനുസൃതമായ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ഇന്നും അതിനെ കുറിച്ച് കേസുണ്ട്. CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 5 കോടി ഉറുപ്പ്യ ഈ ഇലക്ഷൻ സമയത്ത് 1 കോടി രൂപ അനധികൃതമായി പിൻവലിച്ചിരിക്കുന്നു. 25 വ്യാജ അക്കൗണ്ടുകളുണ്ടെന്ന് ആദായനിധി വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരാണ് സുതാര്യമായ ഇലക്ട്രൽ ബോണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ കരുവണ്ണൂർ ബാങ്കിന്ന് കട്ട 500 കോടി രൂപ സാധാരണക്കാരന് തിരിച്ചു കൊടുക്കുക. എത്ര പേര് ആത്മഹത്യ ചെയ്തു, എത്ര പേര് അവിടുന്ന് മരിച്ചു, ചികിത്സ കിട്ടാതെ മരിച്ചില്ലേ? അപ്പൊ 500 കോടി രൂപ CPM കട്ട 500 കോടി രൂപ, കരുവണ്ണൂരിന്ന് കട്ട 500 കോടി രൂപ ആദ്യം തിരിച്ചു കൊടുക്കുക. എന്നിട്ട് മതി സുതാര്യമായ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മതനിരപേക്ഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് ഓർമ്മയിലെ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് നാദാപുരത്ത് MLA കണാരൻ MLA അദ്ദേഹത്തിന്റെ കാറിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ്, അങ്ങനെ കല്ലെറിഞ്ഞില്ലായിരുന്നു. 6ഓളം മുസ്ലിങ്ങളെ അന്ന് കൊല ചെയ്ത തെരുവീതികളിൽ 6ഓളം മുസ്ലിങ്ങളെ. മാറാട് കൊലക്കേസിൽ 28ഓളം CPM-മാര് പ്രതികളാ. അപ്പൊ എന്താ ആരാ ഇത് ചെയ്യുന്നത്? ആരാ മതനിരപേക്ഷ ലംഘിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് വലിയ ന്യായങ്ങളൊന്നും വേണ്ട. പിന്നെ കണ്ണൂർ കൊല ചെയ്യപ്പെട്ട അരിയൽ ഷുക്കൂറൊക്കെ ആരാന്ന് നമുക്കറിയാം, എങ്ങനെയാ കൊല ചെയ്തെന്ന് അറിയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു പെട്രോളിന്റെ വില 2014 46 രൂപയുള്ളത്. ഇന്ന് പെട്രോളിന്റെ വില കാലാനുസൃതമായ വർധന എല്ലാത്തിനുണ്ടായിട്ടുണ്ടല്ലോ. കാലാനുസൃതമായ വർധന ഉണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായ വർധനവ് 50 രൂപ ഞാൻ പറയട്ടെ. അവിടെ ഇരിക്കും എല്ലാ യോഗത്തിലും വന്ന് കച്ചറ ഉണ്ടാക്കാനായിട്ട്. അജിത്തെ മൈക്ക് വാങ്ങും, മൈക്കിൽ സംസാരിക്കാൻ സമ്മതിക്കരുത്. മൈക്ക് അങ്ങനെ കൊടുത്തിട്ട് പോയിരുന്നു. ഏത് ചർച്ച എടുക്കുമ്പോൾ അലമ്പാക്കാൻ വരുന്ന പ്ലീസ് മൈക്കിൽ സംസാരിക്കരുത്. പറയാൻ ആളുണ്ട് അദ്ദേഹം പറയും. നിങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഏത് ചർച്ച വന്ന് അലമ്പാക്ക കേൾക്കുന്നേ നിങ്ങൾക്ക് മറുപടി അറിയാം. അതെ മാഷ് പറയട്ടെ മറുപടി. 500 കോടി കട്ടാനെ കുറിച്ച് മാഷ് പറയട്ടെ മറുപടി. സാന്റിയാഗോ മാർട്ടിൻ 2 കോടി വാങ്ങിയതിനെ കുറിച്ച് മാഷ് പറയട്ടെ മറുപടി. നാദാപുരത്ത് കൊല ചെയ്യപ്പെട്ട ആൾക്കാരെ കുറിച്ച് മാഷ് പറയട്ടെ മറുപടി. പിന്നെ 2014 ഗ്യാസിന് 416 രൂപ ആരാ പറയുക? ഒന്ന് കാണിക്ക്, ഗൂഗിൾ അടിച്ച് കാണിക്ക്. 900 ചില ഉറുപ്പ്യ ഉണ്ടെന്ന്. കാലാനുസൃതമായ വർധന ഉണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായ വർധന. പിന്നെ പെട്രോൾ ഡൈക്ക് പെട്രോൾ അവിടെ ഇരിക്കും മിസ്റ്റർ. ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ. അവിടെ മറുപടി പറയട്ടെ. ചോദ്യത്തിന് മറുപടി പറയാൻ അനുവദിക്കണം പ്ലീസ്. പെട്രോളിന് കാലാനുസൃതമായ വർധനയുണ്ട്. നരേന്ദ്രമോദി തന്നെ പറഞ്ഞല്ലോ. ആ പെട്രോളിനെ സെസ് ഉപയോഗിച്ചാണ് ഈ രാജ്യത്തെ വികസന പ്രവർത്തനം നടന്നത്. പിന്നെ തമിഴ്നാടിലെയും കർണാടകയിലെയും പെട്രോളിനേക്കാൾ ഇവിടെ എന്താ വില വർധനവ്? ഈ പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചില്ലേ 2 രൂപ വെച്ചിട്ട്. ആർക്ക് വേണ്ടിയിട്ട്? പെൻഷൻകാർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. 600 കോടി സംഭരിച്ചു, പെൻഷൻകാർക്ക് കൊടുത്തോ? അതിലും കൈയിട്ട് വാരിയില്ലേ? 2 രൂപ പെട്രോളിന് അധികം കേരളത്തില്. കർണാടകയേക്കാൾ, തമിഴ്നാടിനേക്കാൾ, മാഹി പോയാൽ 16 രൂപ കുറച്ച് കിട്ടുമല്ലോ.
എന്താ കാര്യം? അപ്പൊ പെട്രോളിന്റെ വിലവർദ്ധനയെ കുറിച്ച് ചോദിക്കേണ്ട CPM നേതാവിനോടാ. Yes, yes. ഏറ്റവും കൂടുതൽ വിലവർദ്ധന Yes, എവിടെയാണുള്ളത്? അടുക്കൽ സത്യം. ആ Okay. രീതിയിലാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. യെസ് മാഷെ സാന്റിയാഗോ മാർട്ടിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. ദേശാഭിമാനിക്ക് ആദ്യമായിട്ട് 2 കോടി രൂപ കൊടുത്ത കാര്യം ഉൾപ്പെടെയുള്ള കരുവന്നൂർ സഹകരണ കൊള്ളയെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. അതിനൊരു മറുപടി പറയണത് നന്നായിരിക്കും. ഇദ്ദേഹം ഇവിടെ പറയുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയിൽ നിന്ന് അതിന്റെ ജാള്യത മറക്കാനുള്ള ആക്ഷേപങ്ങളാണ്. ഇവിടെ പറയാലോ, ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന നടപടിക്രമത്തിൽ ഈ രാജ്യത്തെ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികൾ ബന്ധപ്പെട്ടപ്പോ അത്തരമൊരു അഴിമതിയിൽ കടന്നു ചെല്ലാതെ അത്തരമൊരു ബോണ്ട് വേണ്ടെന്ന് പറഞ്ഞ പാർട്ടി CPIയും CPM-ഉം ആണ്. രണ്ടാമത് ഇവിടെ പറഞ്ഞിട്ടില്ല, സാന്റിയാഗോ മാർട്ടിന് അതുപോലെ നിരവധി ആളുകളിൽ നിന്ന് എത്ര രൂപയാണോ നമ്മൾ സംഭാവനയായി വാങ്ങുന്നത് അതിന് റെസീറ്റ് കൊടുത്ത് അത് ഇൻകം ടാക്സിന് കണക്ക് കൊടുത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് കൊല്ലം കണക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നേ വരെ അങ്ങനെ ഒരു പൈസ വാങ്ങിയതിന്റെ പേരിൽ അത് തെറ്റാണെന്ന് ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടോ? ഇനി 2 കോടി വാങ്ങിയത് തെറ്റാണെങ്കിൽ അത്രയും സംഖ്യ ഇതുപോലുള്ള ഒരാളോട് വാങ്ങേണ്ടതില്ല എന്ന നിലപാടെടുത്തത് കൊണ്ട് തിരിച്ചു കൊടുത്തല്ലോ. മൂന്നാമത് കരുവന്നൂർ ബാങ്ക്. ഞാനൊരു ബാങ്കിന്റെ പ്രസിഡന്റാ. ഈ നാട്ടിൽ BJP ഭരിക്കുന്ന ബാങ്കുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി ഉൾപ്പെടെയുള്ള ബാങ്കുണ്ട്. 72 ബാങ്കുകളിൽ ക്രമക്കേട് നടന്നു. ആ 72 ബാങ്കുകളിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നടന്നതുപോലുള്ള കാര്യങ്ങളാണ് നടന്നത്. കരുവന്നൂർ മാത്രം എന്തിനാ ഉയർത്തുന്നത്? ആരെയെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്കുവാനാണ്. ഈ തൃശൂർ ജില്ലാ സെക്രട്ടറിയെ പിടിക്കാൻ പറ്റുമോ? വർഗീസിനെ പിടിക്കാൻ പറ്റുമോ? മറ്റു രൂപത്തിലുള്ള ആളുകളെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള നിലയിൽ നോക്കി നടന്ന് ആരെയും പിടികിട്ടുന്നില്ല. ED എവിടെയെല്ലാം തപ്പി നടന്നു. ഈ കാര്യം പറഞ്ഞ ആ പൈസയൊക്കെ ഞങ്ങൾ അന്ന് ആ ബോർഡിൽ ഉണ്ടായിരുന്ന 12 ആളുകൾ ഇപ്പോഴും ജയിലിലാണ്. അവരുടെ സ്വത്തുക്കൾ മുഴുവൻ സഹകരണ വകുപ്പ് കണ്ടുകെട്ടി. എന്നിട്ട് അതിലേക്കാണ് ഈ പണം നികത്തി ഈ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെ സഹകരണ വകുപ്പിന്റെ കയ്യിലുള്ള പണം, ആ പണം എടുത്തിട്ട് ഈ പാവപ്പെട്ട നിക്ഷേപകർക്ക് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. അവിടെ 15 ലക്ഷവും 20 ലക്ഷവും നിങ്ങൾ BJP-ക്കാർ കട്ട ബാങ്കുണ്ട്. ആ ബാങ്കിലും ഉൾപ്പെടെ അന്വേഷണം നടക്കുകയാണ്. അത് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ നിങ്ങൾക്ക് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് കണക്കില്ലാത്ത കള്ളപ്പണം വാങ്ങിക്കാം എന്നുള്ളതിന്റെ അയാൾ പറഞ്ഞിരിക്കുന്നതാ. അവര് 20,000 കോടി അവരാ വാങ്ങി. ആര്? ഇന്ത്യ മുന്നണി. അതുകൊണ്ട് ഞങ്ങൾക്ക് 6,000 വാങ്ങാൻ എങ്ങനെയുണ്ട് ന്യായം? ഈ നാട്ടിൽ തൃശ്ശൂരിൽ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തൊക്കെ ഈ സംസ്ഥാനത്ത് 81 കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ആദായ നികുതി വകുപ്പ്. എന്തിനാ ഫ്രീസ് ചെയ്തത്? അതിനൊരു കാരണം പറഞ്ഞു. കൃത്യമായി കണക്ക് വർഷാവർഷം കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി അവതരിപ്പിച്ച് ഇൻകം ടാക്സിന് കൊടുത്തില്ല. എന്നാൽ അതുപോലെ ഒരു കാരണം പറഞ്ഞു. ഇത് ഫ്രീസ് ചെയ്തതിന് കാരണം പറയുന്നില്ല. എന്തിന്റെ പറയൂ? കോടതി പോയല്ലോ. കോടതി പോയി കഴിഞ്ഞു. ആ ഫ്രീസ് സീതാറാം യെച്ചൂരിയാണ് അതിന്റെ മുകളിൽ ഇടപെട്ടിട്ടുള്ളത്. ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേരിൽ നടപടികൾക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? ഇപ്പൊ തോമസ് ഐസക്കിനെതിരെ ED കത്തിങ്ങനെ അയച്ചോണ്ടിരിക്കല്ലേ, പ്രേമലേഖൻ അയക്കും പോലെ. എന്നിട്ട് എന്തായി? കോടതി പറഞ്ഞു ഒരു കാരണവശാൽ അയാൾ പ്രതിയല്ല, അയാൾ പോകേണ്ടതില്ല. അവസാനം ഈ ED പറഞ്ഞു ഞങ്ങൾ ഈ കേരളത്തിലെത്തിയിട്ട് എങ്ങനെ ഒരു കത്ത് കൊടുത്തു? കോടതി പറഞ്ഞിട്ടില്ല ഐസക് പ്രതിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേക്കെ, കോടതി അവസാനം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ED പറഞ്ഞതാണ് ദയവായി ഞങ്ങൾക്ക് ഒന്ന് അവിടെ കത്ത് കൊടുത്താൽ ഒരു റെസ്പോൺസ്. മടിയിൽ കനവില്ലെങ്കിൽ പോയാ പോരെ? മതിയല്ലോ തോമസ് ഐസക്കിന്. ഇല്ല മതിയല്ലോ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ കോടതിയിലാണല്ലോ. കോടതിയിൽ പോയി അങ്ങനെ പല ആളുകളും പോയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ പോയിട്ട് സ്വർണ്ണക്കടത്തിന് കസ്റ്റംസിന്റെ മുമ്പിൽ ഹാജരായാണ്. അതുകൊണ്ട് ഈ പറയുന്നത് എന്താണ്? ശരിക്കും അതിന്റെ അന്വേഷണം പോവാതെ ഇടതുപക്ഷക്കാരെ സ്വർണ്ണം കടത്തിയെന്ന് പറഞ്ഞ് എവിടെ പോയി ഈത്തപ്പഴത്തിന്റെ കുരു, എവിടെ പോയി ഖുറാനിലെ സ്വർണം, എവിടെ പോയി അനിൽ നമ്പ്യാരെ? നിങ്ങൾ പറയണം. നിങ്ങൾ ഉൾപ്പെടെ കസ്റ്റംസിനെ ആദ്യം വിളിച്ചയാൾ നിങ്ങൾ ഉൾപ്പെടെയാണ്. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രൂപത്തിൽ ഈ പ്രവർത്തനം നടത്തിയിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ടുള്ള ഈ BJP-ക്കാർ ഇവിടെ ന്യായീകരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഒറ്റ ചോദ്യം. കേരളത്തിലെ ആദ്യമായി വ്യാജരേഖ ഉണ്ടാക്കി
പോലീസ് സ്റ്റേഷനിലും ജയിലിലും കയറി ഇറങ്ങേണ്ടി വന്ന മാധ്യമ പ്രവർത്തകനാണ് അനിൽ നമ്പ്യാർ എന്നത് മറക്കാൻ പാടില്ല വടകര. ആദ്യമായി സൂര്യ ടിവിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വ്യാജരേഖയുണ്ടാക്കി കേരള പോലീസിന്റെ അന്വേഷണം നേരിട്ട് കോടതിയിൽ പോയ മാധ്യമ പ്രവർത്തകനാണ് അനിൽ നമ്പ്യാർ. സത്യം നിങ്ങൾ മറന്നുകൊണ്ടാണ് ദിവാർ മാഷ്ക്കെതിരെ കൗണ്ടർ അടിക്കുന്നത്. എന്റെ ചോദ്യത്തിലേക്ക് നിങ്ങൾ ദിവാർ മാഷ്ക്ക് കൗണ്ടർ അടിക്കണ്ട. ദിവാർ മാഷോട് തിരിച്ചങ്ങോട്ടല്ല ചോദ്യം, അവരുടെ മറുപടി കേൾക്കുക വേണ്ടേ? അല്ലാണ്ട് വ്യാജരേഖ ഉണ്ടാക്കിയ നിങ്ങള് അങ്ങോട്ടല്ല പറയണ്ടേ. വ്യാജരേഖ ഉണ്ടാക്കി ആദ്യം ജയിലിൽ പോയ സരിതാ നായരുടെ ആരോപണം ഉണ്ടായിച്ച ചോദ്യം ഇന്നത്തെ ദിവസം മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ജനം ടിവിയുടെ ചർച്ചയുടെ നടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തന സ്ഥാപനമായിട്ടുള്ള BBC ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിച്ചു പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഗുജറാത്ത് കലാപത്തിന്റെ പിന്നിൽ നരേന്ദ്രമോദിയാണ് എന്നുള്ള വെളിപ്പെടുത്തലുമായി BBC-യുടെ 2 ഡോക്യുമെന്ററികളാണ് ഇന്ത്യൻ ലോകത്തിനു മുമ്പിൽ BBC തുറന്നു കാട്ടിയത്. അതിനുശേഷം ED BBC-യെ വേട്ടയാടി. അപ്പോ ഇന്ത്യയിലെ BBC-ക്ക് പോലും, അമേരിക്കൻ ചാനലായിട്ടുള്ള BBC, ബ്രിട്ടനിലെ ചാനലായിട്ടുള്ള BBC-ക്ക് പോലും മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇന്ന് വടകര വന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, നരേന്ദ്രമോദി 3-4 പ്രാവശ്യം കേരളത്തിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ പോലും ബലാത്സംഗം ചെയ്യപ്പെടുന്ന മണിപ്പൂരിലേക്ക് നരേന്ദ്രമോദി പോവാത്തത്? 2 ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ ചോദിച്ചു പോകാൻ പറ്റില്ല. ഒരു ചോദ്യം ഒരു ഉത്തരം. ഇല്ല, ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു മിനിറ്റ്. അല്ല, ഒരു ഒറ്റക്കാരെ. അനിൽ നമ്പ്യാരെ വ്യാജരേഖ കേസിൽ എന്നെ അറസ്റ്റ് പറയാം. ഇരിക്കും മനുഷ്യ. അനിൽ നമ്പ്യാരെ 2002 വ്യാജരേഖ കേസിൽ അറസ്റ്റ് ചെയ്തു. ആ കേസ് ആരാ പിൻവലിച്ചത്? VS അച്യുതാനന്ദ സർക്കാരാണ് പിൻവലിച്ചത്. അനിൽ നമ്പ്യാരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേസ് പിൻവലിക്കുമോ? ഏത് കോടതി വ്യാജരേഖ കേസിൽ എന്നെ ജീവ വരുന്ന തടവിന് ശിക്ഷിച്ചോ? മനുഷ്യ, പ്രിയപ്പെട്ട സുഹൃത്തെ, അല്ല, തുറന്ന് കാട്ടിക്കോ. ഞാൻ 10-27 വർഷമായി ഈ പണി ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ തുറന്നു കാട്ടിയാൽ അവിടെ അവസാനിപ്പിച്ച് പോകുന്ന ഒരാളല്ല. അടുത്ത് ചോദിച്ചത് BBC മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. BBC മാധ്യമ പ്രവർത്തനം അവസാനിച്ചു എനിക്ക് അറിയില്ല. ഇപ്പോൾ കേട്ട ന്യൂസ്. അതെ, ഞാനും കേട്ടിട്ടില്ല. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വ്യാജ ഡോക്യുമെന്ററി പ്രചരിപ്പിക്കുകയും ചെയ്താൽ പൂട്ടേണ്ടി വരും. അത് ഏഷ്യാനെറ്റും പൂട്ടും, മീഡിയ വണ്ണും പൂട്ടും. കൈരളി ചെയ്താൽ കൈരളി പൂട്ടേണ്ടി വരും. കാരണം നാട്ടിലുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. കൈരളി ചെയ്താൽ കൈരളിയും പൂട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. അടുത്ത ചോദ്യം. നിങ്ങൾ ഇരിക്കുക. അത് പറഞ്ഞോളൂ. മണിപ്പൂർ എന്താ പ്രശ്നം? അത് അദ്ദേഹത്തിന് താല്പര്യം പറഞ്ഞോളൂ. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയ യാതൊരു പ്രശ്നവും മണിപ്പൂരിൽ ഒരു പ്രശ്നവുമില്ല. മറുപടി കിട്ടിയല്ലോ. നൂറ്റാണ്ട് മുമ്പുള്ള പ്രശ്നം. ഇന്ത്യ രാജ്യ സ്വാതന്ത്ര്യം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മണിപ്പൂരോട് പ്രശ്നമില്ല. മണിപ്പൂരിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി കിട്ടി. അടുത്ത ചോദ്യം. മണിപ്പൂർ പ്രശ്നമൊക്കെ പരിഹരിക്കാം. മന്ത്രിസഭയിലെ ആൾക്കാരെ വിട്ടിട്ട് അതൊക്കെ പരിഹരിക്കപ്പെട്ടു. പ്രധാനമന്ത്രി പോകുന്നില്ല. ചോദിച്ചോ. അതങ്ങനെ നടന്നോണ്ടിരിക്കും. ചോദിക്കും. മുഖ്യമന്ത്രി പോയോ? കേരളം ഭരിക്കുന്നവരാണ് രണ്ടുപേരാണ് ചോദ്യം. രണ്ടുപേരും തന്ന മറുപടി പറയും. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞ ഒരുപാട് സംഘടനയുണ്ട്. അത് കേരളം ഭരിക്കുന്നവരും അവരെ അഭിനയിക്കുന്നു. ഇവിടെ ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞു രക്ഷാപ്രവർത്തനം നടത്തുന്നു. ബോംബിനി കുടിവെള്ളം ഉപ്പുവെള്ളം വിതരണം ചെയ്തിട്ട് ഇവിടെ കണ്ടില്ല. രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഡിവൈഎഫ്ഐ കണ്ടില്ല. ഇവിടെ കണ്ടത് ആരാന്നറിയോ? സാധാരണക്കാരന്. പിന്നെ BJP-യുടെ സുരേന്ദ്രനോട് ചോദിക്കണം, ജയകൃഷ്ണ മാഷെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ പറഞ്ഞു ഇവിടെ ഷാഫിയെ തോപ്പിക്കുമെന്ന്.
ജയകൃഷ്ണ മാഷെ ഒന്ന് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഓർമ്മയുണ്ടോ? പിന്നെ ഇവിടെ പറയുന്നു വോട്ടിംഗ് ഒക്കെ ചെയ്യാനാ പറയുന്നത്. കണക്ഷൻ അതെന്താ കണക്ഷൻ? അതായത് സുരേന്ദ്രൻ പറഞ്ഞു ഷാഫിയെ തോപ്പിക്കുന്നു. സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ വടകരെ ആ ഷാഫിയെ തോൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ജയിക്കാൻ കേന്ദ്രത്തിന്റെ പദ്ധതി അറിയോ? ചോദിച്ചാൽ മതി, മോഡിയോട് ചോദിച്ചാൽ മതി. എന്ന് പറഞ്ഞ ഒരു സ്കീം CPM-ന്റെ ആള് വെല്ലുവിളിച്ചു ഇഡി ഇവിടെ വരില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിൽ ഇഡി വരില്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒന്നാണ്. സംസ്ഥാനത്തും CPM പറയുന്നു രാഹുൽ ഗാന്ധി വരണമെന്ന്. കേരളത്തിൽ പറയുന്നു നരേന്ദ്രമോദി പറയുന്നു പിണറായി വിജയൻ പറയട്ടെ. സുരേഷിനെ പിടിക്കാൻ ആരാണ് ചോദിച്ചത്? ഞാൻ നേരത്തെ രാജസ്ഥാനില് കോൺഗ്രസിന് CPM-ന് സീറ്റ് കൊടുത്തേ കോൺഗ്രസാ, മഹാരാഷ്ട്ര സീറ്റ് കൊടുത്തേ കോൺഗ്രസാ, ബംഗാളിലെ CPM കോൺഗ്രസും. നിങ്ങൾ ഒറ്റ ചങ്ങായിമാരാ, അനിയൻ ബാവേ ചേട്ടന്മാരാ എന്നിട്ട് എന്നോടല്ല ചോദിക്കേണ്ടത്. എന്നോടല്ല നിങ്ങൾ ചോദിക്കണ്ടേ. ചേട്ടൻ ബാവേ അനിയൻ ബാവേ ഇരിക്കുന്നേ എന്നിട്ട് എന്നോടല്ല ചോദിക്കണ്ടേ. മനസ്സിലായില്ലേ? മുനീർ കുറെ സമയം പറയാതിരിക്കുകയാണ്. ഇതില് 2-3 കാര്യങ്ങളാണ്. ഒന്ന് അഴിമതിയെ കുറിച്ചാണ് ഇവിടെ ഇടതുപക്ഷക്കാരനും അതുപോലെ തന്നെ BJP-ക്കാരും സംസാരിച്ചത്. രണ്ടുപേരും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ ആളുകളാണ് അഴിമതിക്കെതിരെ സംസാരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ ആളുകളാണ് അഴിമതിക്കെതിരെ സംസാരിക്കുന്നത്. ശവപ്പെട്ടി കുംഭകോണം ഉൾപ്പെടെയുള്ള അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് BJP-ക്കാർ. കേരളം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ED സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ സർക്കാരിന്റെ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കരാറുകൾ കൊടുത്തും പ്രൊജക്ട് കൊടുത്തും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാണ് ഇന്ന് ഇന്ത്യ രാജ്യം ദൃക്സാക്ഷിയായിട്ടുള്ളത്, സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1698 കോടി രൂപ ED റെയ്ഡ് നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് BJP-യുടെ അക്കൗണ്ടിലേക്ക് പോയത്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കൊടുത്തിട്ടുള്ള കമ്പനികളുണ്ട് കേരളത്തിൽ. ആ കമ്പനികളിൽ നിന്ന് 1000-ലേറെ കോടി രൂപയുടെ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത്. നേരത്തെ സാന്റിയാഗോ ഉൾപ്പെടെയുള്ള ആളുകളെ സൂചിപ്പിച്ചു. അപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ഇനി അഴിമതിക്കെതിരെ സംസാരിക്കുന്ന CPM സംസാരിക്കുന്നു. വടകരയിലെ വോട്ടർമാർ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കോവിഡ് കാലത്ത് 1300 കോടി രൂപയുടെ അഴിമതിയെ കുറിച്ചാണ്. PP കിറ്റും അതുപോലെ തന്നെ ഗ്ലൗസും നേരെ ഇരട്ടി 460 രൂപക്ക് കിട്ടുന്ന PP കിറ്റും 7 രൂപക്ക് കിട്ടുന്ന ഗ്ലൗസും ഇരട്ടി രൂപക്ക് 1500 രൂപക്കും 16 രൂപക്കും വാങ്ങി 1300 രൂപ കോടിയുടെ അഴിമതിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ അഴിമതിയെ കുറിച്ചാണ് വടകരയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തത്, കേരള ഗവൺമെന്റ് നടത്തിയുള്ള ഒരുപാട് അഴിമതികൾ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട്. ആരാ അഴിമതി ആരോപണം ഉന്നയിച്ച? ഞങ്ങളല്ല. ചെലവും കൊടുത്ത് CPM വളർത്തിയിട്ടുള്ള കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളുടെ ഇടനാഴികളിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാൻ ഇവർ സ്വാതന്ത്ര്യം കൊടുത്ത, ശമ്പളം കൊടുത്ത്, ചെലവും കൊടുത്ത് വളർത്തിയ സ്വപ്ന സുരേഷ പറഞ്ഞത് കോടിക്കണക്കിന് അഴിമതിയെ കുറിച്ച്. സാധാരണഗതിയിൽ ഭരണാധികാരികൾക്കെതിരെ അഴിമതി ആരോപണം വരും. എന്നാൽ കേരളത്തിൽ ഭരണാധികാരി മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ് അഴിമതി വന്നത്, ആരോപണം വന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യക്കെതിരെ ആരോപണം വന്നു. മകൾ വീണ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം വന്നു. അതുപോലെ തന്നെ കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം വന്നു. കേരളത്തിൽ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ആരോപണം വന്നു. കേരളത്തിൽ അതുപോലെ തന്നെ AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 85 കോടി രൂപക്ക് പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതി 232 കോടി രൂപയുടെ അഴിമതി ആ പദ്ധതിയിൽ നടന്നത്. അതുപോലെ തന്നെ K-ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി, കരുവന്നൂർ ബന്ധപ്പെട്ടുകൊണ്ടുള്ള AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുക. അതിന് 60% കരാറിന്റെ 60% ലഭിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ മകന്റെ
ഭാര്യയുടെ പിതാവിന്റെ പേരില Yes, yes. പഴയ ഭരണത്തിലെ ഓർമ്മകളാ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഓർമ്മകളാണിത്. എല്ലാ അഴിമതിയുടെയും പണം പോകുന്നത് സഖാവ് പിണറായി വിജയന്റെ മാജിക് ബോക്സിലേക്കാ. ഈ രണ്ട് അഴിമതിക്കാരാണ് അഴിമതിയെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വടകരയിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ച വന്നു ഇവിടെ. വടകരയില് 15 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഇടതുപക്ഷത്തിന്റെ എംപിമാർ ഭരിച്ച് പാർലമെന്റ് അംഗമായി കടന്നുപോയിട്ടുള്ള മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം. ആ കാലത്ത് ഇവിടുന്ന് ജയിച്ചു പോയാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടല്ലാതെ ഒരു MP ആയും വടകരയിലെ വോട്ടർമാർ കണ്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരു വികസനവും പറയാൻ കഴിയുന്ന ഒരു വികസനം പറയട്ടെ, ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ കാലത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയുടെ MP ആ കാലത്താണ് ഇഗ്നോ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വടകരയിൽ തുടങ്ങിയ ഞങ്ങളാ. കേന്ദ്രീയ വിദ്യാലയം തുടങ്ങിയ ഞങ്ങളാ. റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, MP കൊടുത്ത ഫയലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വടകരയിലും കൊയിലാണ്ടിയിലെയും റെയിൽവേ സ്റ്റേഷൻ വികസനം വന്നിട്ടുള്ളത്. എല്ലാ റോഡുകളും ഫാസ്റ്റ് ട്രാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ കോടിക്കണക്കിന് രൂപ 100% ഫണ്ട് വിനിയോഗിച്ച MP കെ മുരളീധരൻ. വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. എനിക്ക് അടുത്ത ഇടവേളയിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.